ഇന്ത്യൻ ഫുട്ബോളിൽ വലിയ പ്രതിസന്ധി. ഫുട്ബോൾ ക്ലബ്ബുകൾ ഭൂരിഭാഗവും നഷ്ടത്തിലോടുന്നു. എല്ലാ ക്ലബ്ബുകളും സാമ്പത്തിക സഹായത്തിന് വേണ്ടി മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടുന്നു. താരങ്ങളോട് നിങ്ങൾ സാലറി കുറയ്ക്കണമെന്ന് കേണപേക്ഷിക്കുന്നു. പക്ഷേ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് മാർവാടി പണത്തിന്റെ ഹുങ്കുകൊണ്ട് എല്ലാ പേയ്മെന്റും സെറ്റിൽ ചെയ്ത് പരിശീലന പരിപാടികൾ നേരത്തെ ആരംഭിച്ചു. ഇത്തവണ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ വേറെ ഒരു ക്ലബിനും കഴിയില്ല എന്ന് എല്ലാവരും ഉറച്ചു വിശ്വസിച്ചിരുന്ന സമയത്ത് അവൻ ഉയർന്നു വരികയായി. എന്നും മോഹൻ ബഗാന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ വെല്ലുവിളിയായിരുന്ന ഇന്ത്യൻ ഫുട്ബോളിന്റെ കിഴക്കൻ താരോദയം, കിഴക്കൻ നക്ഷത്രം എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന ഈസ്റ്റ് ബംഗാൾ ഇത്തവണയും മോഹൻ ബഗാന്റെ ഗർവിന് തടയിടാൻ തന്നെ ഒരുങ്ങി തയ്യാറെടുത്ത് തന്നെയാണ് വരുന്നത്. മോഹൻ ബഗാൻ മാത്രമല്ല, ഇത്തവണ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കൈമേയ് മറന്ന് പോരാടാൻ തങ്ങളും ഉണ്ടായിരിക്കും. മോഹൻ ബഗാന്റെ ഏകാധിപത്യത്തിന് തങ്ങൾക്ക് അവസാനം കുറിക്കാൻ കഴിയും എന്ന് ഉറക്കെ വിശ്വസിച്ചുകൊണ്ട് ഇമാമി ഗ്രൂപ്പ് ഫണ്ട് ചെയ്യുന്ന ഈസ്റ്റ് ബംഗാൾ ജാനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് എത്തിക്കുവാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അപ്പെക്സ് പ്രിഡേറ്റേഴ്സ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച രണ്ട് ഡിസ്ട്രോയിങ് സ്ട്രൈക്കേഴ്സിനെ തന്നെയാണ് തങ്ങളുടെ കൂടാരത്തിലേക്ക് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിച്ച ക്ലബ്ബുകളിലെല്ലാം മനോഹരമായിട്ട് തിളങ്ങി പെർഫോമൻസ് കൊണ്ട് പീക്ക് ലെവൽ ഡിസ്ട്രോയേഴ്സ് ആയി എതിരാളികളുടെ മുന്നിൽ അവരുടെ പ്രതിരോധത്തിലെ ചെറിയ പിഴവുകൾ പോലും മുതലെടുത്ത് ഗോൾ വർഷിക്കാൻ കഴിവുള്ള അപ്പെക്സ് പ്രിഡാറ്റേഴ്സ് എന്നൊക്കെ വിളിക്കാൻ കഴിയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെയും ബംഗളൂരുവിന്റെയും മുംബൈ സിറ്റി FC ഒക്കെ പഴയ താരമായ ജോജോ പെരേര ഡയസ് എന്ന അർജന്റീനിയൻ താരവും ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു സൂപ്പർ താരമായിട്ടുള്ള ഡിയേഗോ മോറിൻജിയോയും ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട ഏറ്റവും മികച്ച രണ്ട് ലാറ്റിൻ അമേരിക്കൻ സ്ട്രൈക്കിംഗ് താരങ്ങളെ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് മോഹൻ ബഗാന്റെ പ്രതിരോധത്തിന്റെ കോട്ടയ്ക്ക് തുളയിടുവാൻ തീരുമാനിച്ചവർ ബംഗാളിന്റെ മണ്ണിൽ നിന്ന് തന്നെയുള്ള ഈസ്റ്റ് ബംഗാൾ തന്നെയാണ്. ഇന്ത്യൻ സൂപ്പർ ലീഗ് എത്ര വലിയ പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയാലും, ഇന്ത്യൻ ഫുട്ബോൾ എത്ര മൃതപ്രായമായി കടന്നുപോയാലും ഈ ബംഗാൾ ഫുട്ബോൾ വീര്യം നമുക്ക് ആവേശമുള്ള ചില കാഴ്ചകൾ സമ്മാനിക്കും എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാം.